ജമ്മു കശ്മീരിലെ ദോഡയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. പ്രദേശത്ത് ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഗൗതം അനന്തനാരായണൻ റെഡിയാണോ ഡൽഹിയിൽ? ഗൗതം, ഇത് എപ്പോഴുണ്ടായി? ഇതൊക്കെ തന്നെയാണോ വിശദാംശങ്ങൾ? എന്താണ് ഏറ്റവും പുതിയ വിവരം? പ്രദീപിള്ള, ഇന്ന് പുലർച്ചെയാണ് ഈ ദോഡയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ ജൂൺ മാസം 26-ാം തീയതി ദോഡയിൽ ഒരു ഏറ്റുമുട്ടൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഉണ്ടായതാണ്. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു ഏറ്റുമുട്ടൽ ഉണ്ടായി. ഇതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ വീണ്ടും ഈ ദോഡ മേഖലയിൽ വനത്തോട് ചേർന്നുള്ള പ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ രൂപപ്പെട്ടത്. എന്തായാലും ഈ സംഭവത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് ജമ്മു കശ്മീരിൽ നിന്നും പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസക്കാലമായി തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ ജമ്മു കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ജൂൺ മാസം 14-ാം തീയതിയാണ് കേരൻ സെക്ടറിൽ ഒരു വലിയ നുഴഞ്ഞുകയറ്റ ശ്രമം BSF തകർത്തത്. പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളുമായി ഈ കേരൻ സെക്ടറിലെ വനമേഖലയിലൂടെ അതിർത്തി ഭേദിച്ച് കടക്കാൻ ശ്രമിച്ച 3 ഭീകരരെ BSF വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇവരിൽ നിന്നും വൻ ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം സുരക്ഷാ സേനയുടെ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു ശ്രീനഗറിൽ. അതിൽ സൈന്യം ചൂണ്ടിക്കാണിച്ചത് ഇന്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. അതായത് ജൂലൈ മാസം 12-ാം തീയതി തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ജമ്മു കശ്മീരിലെ സൈന്യത്തെയും അതോടൊപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളെയും അറിയിച്ചിരുന്നു. പാക് ഭീകരവാദികൾ, ആയുധധാരികളായ പാകിസ്ഥാൻ ഭീകരവാദികൾ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറും. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് അമർനാഥ് തീർത്ഥാടകരാണ്. കാരണം ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോകുന്നു. മാത്രമല്ല, കഴിഞ്ഞ 6 വർഷക്കാലമായി കശ്മീർ പൊതുവെ ശാന്തമാണ്. മുൻപ് നമ്മൾ കാണുന്നത് പോലെ സൈന്യത്തിന് നേരെയുള്ള കല്ലേറോ അതല്ലെങ്കിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളോ കശ്മീരിൽ ഉണ്ടായിരുന്നില്ല. ഒരു നയാ കശ്മീർ രൂപപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം ജമ്മു കശ്മീരിൽ റിപ്പോർട്ട് ചെയ്തു. അതിനാൽ ഈ ഒരു അന്തരീക്ഷത്തെ പാടെ ഇല്ലാണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാക് ഭീകരർ നുഴഞ്ഞു കയറുന്നത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക, അതിന് മുന്നോടിയായി അമർനാഥ് തീർത്ഥാടകർക്ക് നേരെ വലിയ ഭീകരാക്രമണം, ഇതാണ് ഈ ഭീകരശക്തികൾ ലക്ഷ്യമിടുന്നത് എന്നാണ് സൈന്യവും ഇന്നലെ വ്യക്തമാക്കിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ദോഡയിൽ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. 4 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. അവിടെ ഒരു സൈനികന് പരിക്കേറ്റിട്ടുമുണ്ട്. എന്തായാലും ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ആ പ്രദേശത്ത് നടക്കുകയാണ്. CRPF-ഉം രാഷ്ട്രീയ റൈഫിൾസും അതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള തിരച്ചിലാണ് ഈ ദോഡയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്.